ഹായ് ഫ്രണ്ട്സ്, മെൻ്റൽ ഹെൽത്ത്, മനസ്സിൻ്റെ ആരോഗ്യം. എന്താണ് മെൻ്റൽ ഹെൽത്ത്? ഈ മാനസിക ആരോഗ്യം നമുക്ക് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫിസിക്കലി നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും അല്ലേ? എന്നാൽ മനസ്സിൻ്റെ ആരോഗ്യം കുറയുന്നതനുസരിച്ച് ഫിസിക്കലി നമ്മൾ ഡൗൺ ആവും. അത് നല്ല രീതിയിൽ നമുക്ക് പ്രതിഫലിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ തലവേദന, അല്ലെങ്കിൽ സ്കിൻ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും വരാം, അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജോയിൻസിന് നല്ല രീതിയിൽ വേദന, ഇടയ്ക്കിടയ്ക്ക് വേദനകൾ വരിക, മൂഡ് ചേഞ്ച് ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാവുക, ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയാൽ അവർ പറയും ലാബ് റിപ്പോർട്ട്സ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് സ്ട്രെസ്സാണ്, ടെൻഷനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം അതില്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നല്ലൊരു ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു മെൻ്റൽ ഹെൽത്ത്, നല്ലൊരു മാനസിക ആരോഗ്യം നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? മനസ്സിൻ്റെ ആരോഗ്യം അനുസരിച്ചാണ് നമ്മൾ ഫിസിക്കലി നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക. ഈ മനസ്സിൻ്റെ ആരോഗ്യം കുറയുന്നതനുസരിച്ച് ഫിസിക്കലി ഈ പറഞ്ഞ സ്ട്രെസ്സും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടും. ഈ സ്ട്രെസ്സ് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല, സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയും പറ്റില്ല. എന്നാൽ നമുക്കത് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിന് നല്ലൊരു മെൻ്റൽ ഹെൽത്ത് എന്തായാലും വേണം. മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ അല്ലേ? ഡെയിലി ഒരു 10 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടി മാറ്റിവെക്കുക, നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ ശരീരത്തിനാണെങ്കിലും നമ്മുടെ മനസ്സിലാണെങ്കിലും നമ്മുടെ സ്പിരിറ്റിനാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് ഡെയിലി മാറ്റിവെക്കുക. ഒരാഴ്ച നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ. ആ മാറ്റം നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള നമ്മുടെ പല പ്രശ്നങ്ങളും കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ പറ്റും. അതേപോലെ നമ്മൾ നെഗറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ തലയിൽ കൊണ്ട് നടക്കാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള ആളുകളോട് കൂടി മിങ്കിൾ ചെയ്ത് നടക്കുക. പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരിക. അങ്ങനെയൊക്കെ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് പല പല മാറ്റങ്ങളും ഉണ്ടാവും, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ. അതിനനുസരിച്ച് നമുക്ക് തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ ഫാമിലിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരു മാറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതിനായിട്ട് നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അതെല്ലാം നമുക്കതിനെപ്പറ്റി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കൗൺസിലറിനെ കൺസൾട്ട് ചെയ്ത് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ സ്ട്രെസ്സ് മാനേജ് ചെയ്യേണ്ടതെന്ന്. അവർ നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാന്നുള്ളത് അവർ ചെയ്തു തരും. അതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഒരു മാനസികപരമായിട്ട് നെഗറ്റീവായിട്ടുള്ളത്, അവർക്ക് മെൻ്റലി എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന് പോയത് അല്ലേ? പക്ഷെ നമ്മൾ ഈ ഫിസിക്കലി നമ്മൾ കാണിക്കുന്ന ഫിസിക്കലി നമ്മൾ കൂടുതലായിട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ഈ മെൻ്റൽ ഹെൽത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഫിസിക്കലി നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആവാണ്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മനസ്സിനും നമുക്കൊരു ഡോക്ടർ വേണം അല്ലേ? അതിനാണ് നമ്മൾ കൗൺസിലിങ്ങിന് ചെയ്യുന്നത്. അല്ലാതെ മൈൻഡിന് പ്രശ്നമുള്ള ആളുകൾ അല്ലെങ്കിൽ മെൻ്റലി ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഈ കൗൺസിലിംഗ് ഉണ്ടാവും. എന്തെങ്കിലും രീതിയിൽ സ്ട്രെസ്സ് നമുക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലറെ സമീപിച്ചിട്ട് അവരുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. അതനുസരിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ വേണ്ട കുറേ ടെക്നിക്സും അവർ പറഞ്ഞു തരും. നമുക്കത് ഇമ്പ്രൂവ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഫിസിക്കലി നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും.